മരടിൽ പങ്കാളിയെ കെട്ടിയിട്ട് മർദ്ദിച്ച യുവമോർച്ച നേതാവ് ഗോപു പരമശിവത്തിനെതിരെ നേരത്തെയും പരാതി ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് മരട് സ്വദേശിനി നൽകിയ പരാതി ബിജെപി അവഗണിച്ചിരുന്നു. പ്രതി ഗോപു പരമശിവത്തിന് പോലീസുമായി നല്ല ബന്ധമെന്നും ആക്ഷേപമുണ്ട്. എം കെ ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, ഒരു സ്ഥിരം കുറ്റവാളി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉയരുന്നുണ്ട്. മാത്രവുമല്ല, അതിക്രൂരമായിട്ടാണ് ഇന്നലെ ആ യുവതിയെ ഉപദ്രവിച്ചിരുന്നത്. ഇപ്പോൾ വരുന്ന മറ്റു പരാതികൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഇപ്പോൾ ബിജെപി നടപടിയെടുത്തിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ല? അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണോ? ധന്യ, ഗോപു പരമശിവം നിലവിൽ റിമാൻഡിലാണ് കഴിയുന്നത്. അതിനിടെയാണ് ഗോപു പരമശിവത്തിനെതിരെ വേറെയും പരാതികൾ ഉയരുന്നത്. മരട് സ്വദേശിനിയായ ഒരു യുവതി സാമ്പത്തിക തട്ടിപ്പിന് തന്നെ ഗോപു പരമശിവം ഇരയാക്കി എന്നൊരു പരാതി ബിജെപി നേതൃത്വത്തിൽ നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല. പിന്നീടാണ് ഇത്തരമൊരു പരാതി ഗോപു പരമശിവത്തിനെതിരെ വരുന്നത്. നേരത്തെ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ ഗോപു പരമശിവം ഇത്രയും വലിയ ഒരു കുറ്റം ചെയ്യുമായിരുന്നില്ല എന്നാണ് ആ യുവതി സ്വകാര്യമായി പ്രതികരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഗോപു പരമശിവത്തിന് പോലീസുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പലപ്പോഴും പല വിവരങ്ങൾ ഗോപു പരമശിവം കൈമാറിയതായി പോലീസിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. ആ ആത്മവിശ്വാസം ഈ പെൺകുട്ടിയെ കെട്ടിയിട്ട് മർദ്ദിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു എന്ന് കൂടി പറയണം. കാരണം തനിക്ക് പോലീസിലുള്ള ബന്ധം കാരണം തനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസം ഗോപുവിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പരാതിയുമായിട്ട് നിയമപരമായിട്ട് ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്നുണ്ടോ? പാർട്ടിക്ക് കൊടുത്ത പരാതി മാത്രമാണ് ഉള്ളത്. അത് മരട് സ്വദേശിനിയുടെ ആ പരാതി എന്തായാലും പോലീസിൽ നിലവിൽ എത്തിയിട്ടില്ല. പോലീസിന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശരി, ഷുക്കൂർ.